ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ലോഗ്സ്. ആഫ്റ്റർ എ ലോങ് ടൈം +2 ശേഷം ഒരു അടിപൊളി ഓണാഘോഷ സെലിബ്രേഷൻ ഗോകുലം കോളേജിലെ സജീവം കോളേജിലാണ്. അപ്പൊ ഒരുപാട് പേരുണ്ട്, പുതിയ 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 കൂട്ടുകാരുണ്ട്. ഓരോരുത്തരെ പരിചയപ്പെടുത്തുക. ജോഷുവ, ശ്രാവൺ, പറയണ പേര് പറ. ആഷിഖ്. ആ, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരെയും ഇനി വരുന്ന വഴിക്ക് ഓരോന്നര പേരെ കാണാൻ കുറെ പരിപാടി ഉണ്ട്. അപ്പൊ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറയണ. ഒരു ഹായ് പറ. നമ്മുടെ കോളേജിലെ ചെത്ത് പിള്ളേരാണ് കേസ്. ഒരു കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുണ്ടെടുക്കാമെന്നാണ് കേസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ഞാൻ ഫോളോ ഇല്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല. എന്താ പേരെന്താ? ആകാശരാജ്. ഞാൻ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മുണ്ടെടുക്കാൻ ഒട്ടറിയാത്ത നമ്മുടെ സാവിയ മച്ചാനെ ഒരു വിധത്തിൽ നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേസ്. നമ്മുടെ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായി. കൃത്യം 9:00 തുടങ്ങുമെന്ന് പറഞ്ഞാണ്. 10:30 11 മണിക്കെങ്കിലും നമ്മൾ തുടങ്ങിയിരിക്കും. ഗൈസ്, ഞാൻ ഈ കോളേജിൽ നിന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട 2 മച്ചന്മാരാണ്, സാവിയോയും ആഷിക്കും. ഇവർ രണ്ടും കൂടെ എന്നെ മുണ്ടിപ്പിച്ച് സെറ്റാണ്. ഇപ്പം അടിപൊളിയാണ്. ഇതാണ് കേസ് ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു ഏകദേശ വ്യൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫാർമസി കോളേജുണ്ട്. ഇത് അങ്ങറ്റത്ത് ചെറിയ കോളേജാണ്, പക്ഷെ തൊട്ടടുത്താണ്. ഫിലിപ്പിന്റെ എല്ലാരും ഒന്നും മിനിങ്ങിരിക്കണമെന്നുള്ള വിരിക്കിരിക്കണല്ല. ഇതാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട കുറേ നല്ല സാറുമാരും ടീച്ചർമാരും. ഒരുപാട് സാറുമാരുണ്ട്. എല്ലാവരും ജസ്റ്റ് കാണിച്ച് പോകുന്നേ ഉള്ളൂ. എല്ലാവരെയും വിശദീകരിച്ച് ഓരോ വരുന്ന വ്ളോഗുകളിൽ പരിചയപ്പെടുത്തി തരാം. കുറേ സാറുമാരുണ്ട്. ശരത് സാറ്, നമ്മുടെ ബാബു സാറ്, നമ്മുടെ അരുൺ സാറ്, അങ്ങനെ കുറേ ടീച്ചർമാർ, രജിത ടീച്ചർ, അങ്ങനെ ഇഷ്ടംപോലെ ടീച്ചർമാരും ഉണ്ട്. എല്ലാവരെയും വിശദീകരിച്ച് കാണിച്ചു തരാം. ചിരിച്ചടാ, മുണ്ടടിച്ചേ പോലീസിലാണോ? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഭഗവതി അതേത് കട? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ.
പായസം രണ്ടെണ്ണം. മച്ചാനെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ചൂടുണ്ട്. കൊടന്തല്ലും തിരുവാതിരയും തുടങ്ങി കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് വടംവലി. എപ്പോഴത്തെയും പോലെ തന്നെ പ്ലസ് 2 പോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ വലിക്കുന്നില്ല. വീഡിയോ ഷൂട്ട് ചെയ്യണത് ഞാൻ തന്നെയാണ്. നമ്മുടെ ബ്ലോഗിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ എടുക്കുള്ളൂ. സോ വേറെ ആരും ഷൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ആ വടംവലി 3 സെറ്റാണ്, 3-4 സെറ്റാണ്. കാരണം സീനിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ചേർന്നിരിക്കുന്ന ബാച്ച് തന്നെ 2 ബാച്ചുണ്ട്. അതിൻ്റെ തൊട്ട് സൂപ്പർ സീനിയേഴ്സിൻ്റെ 2 ബാച്ചുണ്ട്. സോ അങ്ങനെ കൂട്ടി 4 സെറ്റാണ്. എങ്ങനെയാവുമെന്ന് കണ്ടറിയാം ഗൈസ്. മച്ചാനെ നമ്മൾ ജയിക്കൂലേ? പിന്നെ ജയിക്കൂലേ? ജയിക്കൂലേ? ഉഡ്ഡാണ് അവന്മാരുടെ സൈസ് കേട്ടോ. ഇതേ പച്ചക്കളർ ജയിക്കൂലേ? നമ്മള് ജയിക്കും. അത്രേ ഉള്ളു. ആദ്യത്തെ സെറ്റ് എൻ്റെ ക്ലാസ് നല്ല വിജയകരമായി തോറ്റിരിക്കുന്ന കേസ്. അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തെ സെറ്റിൽ തോറ്റെങ്കിലും രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ മിന്നും ജയമായി വീണ്ടും ജയിച്ചിരിക്കുകയാണ് കേസ്. ഇനി മൂന്നാമത്തെ സെറ്റ്.
പൊളിച്ചോണം കേട്ടോ, പൊളിച്ചോണം. എങ്ങനെ മച്ചാനെ? പൊളിച്ചോണം, പൊളിച്ചോണം, പൊളിച്ചോണം. എന്താണ് മച്ചാ തോറ്റത്? കുഴപ്പമില്ല. നീ എന്നോട് വലിക്കാതെ. ഞാൻ മരിക്കാൻ കയറി ഇവിടെ തീ പാറും ഇങ്ങനെ പാറും. ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സെറ്റാണ് ഗൈസ്. നമ്മുടെ അപ്പുറത്തെ ബാച്ചും എ ബാച്ചും നമ്മുടെ സൂപ്പർ സീനിയേഴ്സായിട്ടുള്ള വടംവലിയാണ്. ഇന്നും വടംവലി ആയിരിക്കും. ചിലപ്പോൾ സൂപ്പർ സീനിയേഴ്സ് ജയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാച്ച്, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള എ ബാച്ച് ജയിക്കാം. കണ്ടറിയാം.
പിന്നെ ഒരു അടിപൊളി DJ സെലിബ്രേഷന് ശേഷം എല്ലാവരും നേരെ ഭക്ഷണം കഴിക്കാൻ വന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോഴേ ലേറ്റായിരുന്നു കുറച്ച്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും ലേറ്റായി. 2-2:30 എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും വന്ന് കഴിക്കായിരുന്നു. എനിവേ ഒരു അടിപൊളി ഓണ സെലിബ്രേഷൻ ആണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അത് കണ്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണും. ഇതുവരെ എൻ്റെ വ്ളോഗിൽ എൻ്റെ യൂട്യൂബ് ചാനലിട്ട കഴിഞ്ഞ ഓണ സെലിബ്രേഷൻ +2 ആയാലും 10th ആയാലും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നടന്നത്. ഒരു ബന്ധമല്ല, ഞാൻ നേരെ ഒരു ഓണാഘോഷിക്കാമെന്ന് പറഞ്ഞ് വന്നു, വ്ളോഗ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ സംഭവിച്ചൊക്കെ അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. പ്രതീക്ഷിക്കാതെ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, ഞാൻ അത് കാണിച്ചു. സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല വ്ളോഗ്സ് നമ്മുടെ കോളേജിൽ നിന്ന് വരുന്നതായിരിക്കും. എല്ലാവരും അതിനുശേഷം നല്ല അടിപൊളി ഒരു സദ്യ, 2 പായസം കൂട്ടി ഒരു കിണ്ണം കഴിച്ച് സദ്യയും കഴിച്ചു. എല്ലാ സാറുമാരും എന്താ പറയുക, കൂട്ടുകാരും പുതിയ സാറുമാരൊക്കെയാണ്, പുതിയ കൂട്ടുകാരാണ് എല്ലാവരും. എനിക്ക് പരിചയമുള്ള ആരും ഈ കോളേജിലില്ല. എന്താ പറയുക, അപ്പം ഇനി ഒരുപാട് നല്ല നല്ല വ്ളോഗ്സ് വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ, സീ യു.